അനന്തപുരിയുടെ ചരിത്രവും പൈതൃകവും ആത്മീയ മഹിമയും പ്രതിനിധാനം ചെയ്യുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തപാൽ വകുപ്പിന്റെ ആദരം. ക്ഷേത്രത്തിന്റെ തപാൽ മുദ്ര, പ്രത്യേക പ്രീമിയം കവർ എന്നിവയുടെ പ്രകാശനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പൈതൃകത്തെ തപാൽ രേഖകളുടെ ഭാഗമാക്കുന്ന ശ്രദ്ധേയമായ ചടങ്ങിനാണ് തിരുവനന്തപുരത്ത് തപാൽ വകുപ്പ് കേരള സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി സാക്ഷ്യം വഹിച്ചത്. ചടങ്ങിൽ കേരള ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ പ്രത്യേക തപാൽ കവർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് കൈമാറി ഔദ്യോഗികമായി പ്രകാശനം ചെയ്തു. കേരളത്തിന്റെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന സന്ദേശമാണ് തപാൽ വകുപ്പ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Doing their job. We have a very big culture here in this state that has to be preserved, that has to be conserved, that has to be propagated, sent and brought before whole world, and that postal service itself is a part of it now. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഗോപുരം ആലേഖനം ചെയ്ത തപാൽ മുദ്ര ക്ഷേത്രത്തിന്റെ പ്രൗഢമായ ചരിത്രവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കുമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാന മൃഗമായ ആന, സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ എന്നിവയുടെ ചിത്രമടങ്ങിയ തപാൽ കാർഡുകളും ഗവർണർ പുറത്തിറക്കി. പുതിയ തപാൽ കാർഡുകൾ പ്രകൃതിയുമായുള്ള സംസ്ഥാനത്തിന്റെ ആഴത്തിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും സമ്പന്നമായ പ്രകൃതി പാരമ്പര്യവും തനിമയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഗോപുരം ആലേഖനം ചെയ്ത തപാൽ മുദ്ര പുറത്തിറക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് പറഞ്ഞു. ചടങ്ങിൽ ഹർഘർ തിരങ്കയുടെ ഭാഗമായി വിശിഷ്ടാതിഥികൾ ത്രിവർണ്ണ പതാക പ്രദർശിപ്പിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ ആദിത്യവർമ്മ, കരമന ജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.